2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയത് ഡെമോക്രാറ്റുകളുടെ തകർച്ചയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. കമലാ ഹാരിസിന്റെ പരാജയമടക്കം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ആ കുറവ് 2025 ഓഫ്-ഇയർ ഇലക്ഷനുകളിൽ നികത്തിയിരിക്കുകയാണ് പാർട്ടി. ന്യൂയോർക്ക് സിറ്റി മേയർ പദവി, വിർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പ്, ഹൌസ് സീറ്റുകൾ എന്നിവയെല്ലാം ഡെമോക്രാറ്റുകൾ തൂത്തുവാരി. ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരുടെ പിന്തുണയായിരുന്നു ഇതിന് സഹായമായത്. കാർണഗി എൻഡോമെന്റിന്റെ 2024 ഒരു സർവേ അനുസരിച്ച് ഇന്ത്യൻ അമേരിക്കന്മാരിൽ 60% പിന്തുണച്ചത് ഡെമോക്രാറ്റുകളെ ആയിരുന്നു. പക്ഷേ ട്രംപിന്റെ H-1B വിസ നയങ്ങൾ കാരണം അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു ചിലർക്ക്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ കാലാവസ്ഥ ആകെ മാറി. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾക്കെതിരെ ജനങ്ങൾ ശക്തമായി നിലകൊള്ളുന്നതാണ് കണ്ടത്. ന്യൂയോർക്ക് സിറ്റിയിൽ ട്രംപ് പിന്തുണ നൽകിയ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തി സൊഹ്റാൻ മന്ദാനി നേടിയ മിന്നും ജയം കനത്ത തിരിച്ചടി തന്നെയാണ്. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിമുമാണ് മന്ദാനി. ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി 34-കാരനായ മന്ദാനിക്ക് സ്വന്തം. മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ ഏകദേശം 9% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തിയത്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി കർട്ടിസ് ലീവ മത്സരരംഗത്തുണ്ടെങ്കിലും ട്രംപിന്റെ ഔദ്യോഗിക പിന്തുണ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ക്യൂമോയ്ക്കായിരുന്നു. മന്ദാനി വിജയിച്ചാൽ അത് ന്യൂയോർക്കിന്റെ വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ഭീഷണി വരെ മുഴക്കിയിരുന്നു ട്രംപ്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും ഗസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെയും ശബ്ദമുയർത്തിയ മന്ദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് ട്രംപ് വിളിച്ചത്. മന്ദാനിയുടെ വിജയം ന്യൂയോർക്കിനെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വെനസ്വേലയോ ആക്കി മാറ്റുമെന്നും ന്യൂയോർക്ക് നിവാസികൾ ഫ്ലോറിഡയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ട്രംപ് പ്രതികരിച്ചിരുന്നു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും നേരിടുന്നതിലായിരിക്കും തന്റെ പ്രധാന ശ്രദ്ധ എന്ന് മന്ദാനി വ്യക്തമാക്കി കഴിഞ്ഞു.